അറസ്റ്റിലായി. പോക്സോ കേസിലാണ് അറസ്റ്റ്. ഗോവിന്ദ് വിജയ് എന്നാണ് വിജയ് മച്ചാന്റെ പേര്. അപ്പോൾ വിജയ് മച്ചൻ അങ്ങനെ അറസ്റ്റിലായിരിക്കുന്നു. അജ്ഞ, ഇത് എവിടെ രജിസ്റ്റർ ചെയ്ത കേസാണ്? എന്താണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം? എന്തോ പോക്സോ കേസിലാണ് യൂട്യൂബർ വിജയ് മച്ചാൻ അറസ്റ്റിലായിരിക്കുന്നത് മാത്രമേ വ്യക്തമാകുന്നുള്ളൂ. 16-കാരിയുടെ കേസ് പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇയാളുടെ യഥാർത്ഥ പേര് ഗോവിന്ദ് വിജയ് എന്നാണ്. വിജയ് മച്ചാൻ എന്ന പേരിലാണ് ഇയാളുടെ യൂട്യൂബ് ബ്ലോഗ് വിജയ് മച്ചാൻ എന്നുള്ള പേരിലാണ്. എന്തായാലും പോക്സോ കേസിലാണ് പോലീസ് നടപടി എടുത്തിരിക്കുന്നത്. 16 വാർത്ത ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? വിജയ് മച്ചാന്റെ പ്രസിദ്ധമായ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എനിക്കറിയാം ഒരു നാൾ നിങ്ങൾ എന്നെ തേടി വരും എന്ന്. ശരിയാണ്, ഇത്രയും മുൻകൂട്ടി കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിവുള്ള ആളായിരുന്നു വിജയ് മച്ചാൻ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇദ്ദേഹത്തെ തേടി നാട്ടുകാരും വീട്ടുകാരും മാത്രമല്ല, നിയമത്തെ സംരക്ഷിക്കുന്ന പോലീസുകാർ പോലും ഇദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ്. എത്ര വലിയ കലാകാരനാണ് അല്ലെ? കലാകാരനല്ല, എത്ര വലിയ ജ്യോതിഷിയാണെന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കാര്യം വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി തന്റെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാനായിട്ട് സാധിച്ചത്? നിസ്സാരക്കാരനല്ല വിജയ് മച്ചാൻ. വിജയ് മച്ചാന്റെ യഥാർത്ഥ പേര് ഗോവിന്ദ് എന്നാണ്. ഗോവിന്ദിനെ കുറ്റപ്പെടുത്തുന്നതിനും പരിഹസിക്കുന്നതിനും മുമ്പ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോവിന്ദ് ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിലും കോടതി മാതൃകാപരമായ ഒരു ശിക്ഷ ഇതുവരെ ഗോവിന്ദിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറ്റാരോപിതൻ അല്ലെങ്കിൽ കുറ്റം ചുമത്തപ്പെട്ട ആൾ എന്നുള്ള ആനുകൂല്യം, അല്ലെങ്കിൽ ഇതുവരെ തെളിയാത്തൊരു കേസിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ എന്നുള്ള ആനുകൂല്യം ഇപ്പോഴും ഗോവിന്ദിനുണ്ട്. ആ ആനുകൂല്യത്തിൽ നിൽക്കുമ്പോഴും എവിടെയൊക്കെയോ പ്രശ്നങ്ങളും എന്തൊക്കെയോ കേട്ടതിലും കണ്ടതിലും യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടും ആകുമല്ലോ പോലീസ് ഗോവിന്ദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്നുള്ളൊരു സംസാരം നമ്മൾ ചെറുതിലേ മുതൽ കേൾക്കുന്നതാണ്. അപ്പോൾ കേട്ടതോ കണ്ടതോ ആയ കാര്യങ്ങളിൽ എവിടെയൊക്കെയോ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം വിജയ് മച്ചാന്റെ അല്ലെങ്കിൽ ഗോവിന്ദിന്റെ ഫോട്ടോ പോലും മുമ്പോട്ട് വെച്ച് വാർത്തകൾ പുറത്തു വരുന്നത് അല്ലെ? വിജയ് മച്ചാൻ എന്ന യൂട്യൂബ് ചാനലിനെ അല്ലെങ്കിൽ ഗോവിന്ദിനെ അറിയാത്ത കുറെ അധികം ആൾക്കാരുണ്ടാവും. എങ്കിൽ പോലും ഏകദേശം 1 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് വിജയ് മച്ചാന്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോസിനും അദ്ദേഹത്തിന്റെ ഷോർട്സിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പുകൾ ഉണ്ട്. അങ്ങനെ വ്യൂസ് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്, അല്ലെങ്കിൽ തെറ്റായ പ്രവണതയുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് വിജയ് മച്ചാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് അല്ലെ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത 16 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ വിജയ് മച്ചാൻ പീഡിപ്പിച്ചു. ആ കേസിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജയ് മച്ചാനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആൾക്കാർ അല്ലെങ്കിൽ ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ഈ പെൺകുട്ടി ഏതെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കൊടുത്തതാകാം എന്നുള്ള കള്ളത്തരം പറയാം. അതിന് വെറും 5-10% മാത്രമേ സാധ്യതകളുള്ളൂ. ബാക്കി 90% ഈ പെൺകുട്ടി പറയുന്നത് സത്യമാകാനും അങ്ങനെ സത്യമായതുകൊണ്ട് തന്നെ ആയിരിക്കണം വിജയ് മച്ചാൻ അറസ്റ്റിലായത്. അതുകൊണ്ട് പെൺകുട്ടി പറയുന്നത് കള്ളമാണ്, വെറും ആരോപണം മാത്രമാണ് എന്ന് പറയുന്ന വിജയ് മച്ചാന്റെ സപ്പോർട്ടേഴ്സിനോട് സഹതാപം മാത്രമേ പ്രകടിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ? ഈ വിജയ് മച്ചാന്റെ സപ്പോർട്ടേഴ്സും ആരാധകരും പറയുന്നത് പോലെ ഈ പെൺകുട്ടി ഉന്നയിക്കുന്നത് വെറും ആരോപണം മാത്രമാണെന്ന് നാളെ ഒരു നാൾ കേസിന്റെ അവസാനം കോടതി വിധിക്കുകയാണെങ്കിൽ വിജയ് മച്ചാൻ കടന്നുപോയ ബുദ്ധിമുട്ടുകളിലൂടെയും അല്ലെങ്കിൽ വിജയ് മച്ചാൻ കടന്നുപോയ കേസിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും ഈ പെൺകുട്ടിയും കടന്നു പോകേണ്ടതായിട്ട് വരും. താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ളത് ഒരു പെൺകുട്ടി കള്ളമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ കോടതിയിൽ തെളിഞ്ഞാൽ ആ ഇര പ്രതിയാവുകയും അങ്ങനെ ആ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷയും കിട്ടാനുള്ള രീതിയിൽ നിയമത്തിന്റെ ഭേദഗതി വരുത്തണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷെ ഈ ഘട്ടത്തിൽ പോലീസുകാർ പറയുന്നതനുസരിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് വിജയ് മച്ചാൻ തന്നെയാണ് തെറ്റുകാരൻ. അതുകൊണ്ട് തന്നെ വിജയ് മച്ചാനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ വിജയ് മച്ചാൻ ചെയ്ത പ്രവൃത്തിക്കെതിരെ സംസാരിക്കുക, മാതൃകാപരമായ ഒരു ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുക എന്നതിലപ്പുറം ഒന്നിലും അഭിപ്രായപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. വീഡിയോയിലും അദ്ദേഹത്തിന്റെ തന്നെ ഷോർട്സും നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് കുറേയധികം
സ്ത്രീ ആരാധകരും പുരുഷ ആരാധകരും ഉള്ള ആള് തന്നെയാണ് വിജയ് മച്ചാൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ആകണമെന്നില്ല. കാരണം എല്ലാ സ്ത്രീകളോടും മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണെങ്കിൽ ഇത്രയധികം സ്ത്രീ ആരാധകരും അല്ലെങ്കിൽ വിജയ് മച്ചാൻ വരുന്ന വേദികളിൽ ഇത്രയധികം സ്ത്രീ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യില്ലല്ലോ. പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയെല്ലാം സ്ത്രീകളോടെല്ലാം അടുത്ത് ഇടപഴകുന്ന നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് എങ്കിൽ പോലും ഒറ്റയ്ക്കുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേസ് മുമ്പോട്ട് പോയി കാലം തെളിയിക്കാതെ ഇതിനകത്ത് വിജയ് മച്ചാൻ പൂർണ്ണമായും കുറ്റക്കാരനല്ല, അതുകൊണ്ട് വിജയ് മച്ചാനെതിരെ സംസാരിക്കരുത് എന്ന് പറയുന്ന ആരാധകരോട് ഒന്നുകൂടി നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് ഇരുത്തി ചിന്തിച്ചു നോക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി കുറെ സോ കോൾഡ് യൂട്യൂബേഴ്സ് ഏതെങ്കിലും രീതിയിൽ കേസുകൾ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ MVD പിടിച്ച് ലൈസൻസ് കട്ട് ചെയ്താലോ ഒക്കെ ഒരു ധാർഷ്ട്യ വർത്താനമുണ്ടല്ലോ. ഹേ ഗായ്സ്, എനിക്ക് റീച്ച് കൂടി, 10-20,000 പേരുടെ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ എനിക്ക് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഈ കേസ് കൊണ്ടൊക്കെ നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇനി വിജയ് മച്ചാനും എന്റെ മച്ച കേസ് ഉണ്ടായാലും എനിക്ക് 10-30,000 സബ്സ്ക്രൈബേഴ്സ് കൂടി, അല്ലെങ്കിൽ എന്റെ പഴയ വീഡിയോസിന് ഭയങ്കര വ്യൂവർഷിപ്പ് കയറി എന്നുള്ള ധാർഷ്ട്യ വർത്താനം ഒക്കെ ആയിട്ട് ഇനി മുമ്പോട്ട് വരുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ചിലപ്പോൾ ഈ കേസ് ഒത്തുതീർപ്പായി പോയേക്കാം. അങ്ങനെ ഒരു ക്ലോസിംഗ് വന്നാൽ വിജയ് മച്ചാൻ പുറത്തിറങ്ങി പറയാൻ പോകുന്ന വാചകങ്ങൾ, പറയാൻ പോകുന്ന സാധ്യതകളുമാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കേസ് വന്നാലും എന്റെ മച്ച എനിക്ക് കുറെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കൂടി എന്നുള്ളൊരു ഒറ്റ തള്ള് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനു മുമ്പും ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടേ. ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് ഇനി ഞാൻ പേരെടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ ധാർഷ്ട്യത്തോടെ പറഞ്ഞ ആൾക്കാരെ എല്ലാം നമ്മുടെ നിയമസംഹിത മുട്ടുകുത്തിച്ചിട്ടുണ്ട്. പിന്നീട് അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് മച്ചാനും പുറത്തിറങ്ങി ഇങ്ങനെ ഒറ്റ തള്ളു തള്ളുമ്പോൾ ചിന്തിക്കണം, നിയമസംഹിത ഉണ്ട്, അതുകൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു വരവേൽപ്പൊന്നും എപ്പോഴും പ്രതീക്ഷിക്കരുത് എന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പൂർണ്ണമായിട്ടും ആരെക്കുറിച്ചും നമുക്ക് കോടതി ശിക്ഷ വിധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ വിജയ് മച്ചാനും കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതെ എന്ന് രണ്ട് രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടും. പക്ഷെ കുറ്റാരോപിതനാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ള ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാലം തെളിയിക്കട്ടെ, കേസിന്റെ വിധി വരട്ടെ. അതുകൊണ്ട് തന്നെ തെളിവുകളും ആ പെൺകുട്ടിയും സംസാരിക്കട്ടെ, കാലം തെളിയിക്കട്ടെ, കേസിന്റെ വിധി വരട്ടെ, അല്ലെ? എല്ലാ യൂട്യൂബേഴ്സും നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അവരുടെ ക്യാമറയ്ക്ക് മുമ്പിലുള്ള ഇൻഫ്ലുവൻസ് മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും കുറെയൊക്കെ ഡീസൻസി കീപ്പ് ചെയ്താൽ പിന്നീട് മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഇങ്ങനെ വന്നു കിടന്ന് നാറേണ്ടി വരില്ല. യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന സോ കോൾഡ് പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല, ക്യാമറയ്ക്ക് പിന്നിലുള്ള തന്റെ വ്യക്തി ജീവിതത്തിലും കുറച്ചൊക്കെ ഡീസൻസിയും മാന്യതയും കീപ്പ് ചെയ്താൽ മുന്നോട്ട് വരുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സംഭവങ്ങളിലും സമയങ്ങളിലും ഇങ്ങനെ കിടന്ന് നാണം കെടേണ്ടി വരില്ല എന്നാണ് പിന്നെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് എന്റെ കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. താങ്ക് യു.